കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൂടെ സർവശക്തനായ ദൈവം അനുവദിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഈ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനശ്വരനായ ദൈവത്തിൻ്റെ അതുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34 അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ജീവിതം ഒരു യുദ്ധക്കളമാണ്. ചിലർ വിജയം കൈവരിക്കുന്നു, ചിലർ വിജയം കൈവരിക്കാതെ ജീവിതത്തിൽ തോറ്റുപോകുന്നു. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം: മരണത്തിനു മുമ്പിൽ എപ്പോഴായാലും ഒരു മനുഷ്യനും വിജയിക്കുവാൻ സാധിക്കത്തില്ല. പക്ഷേ പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അതിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കത്തില്ല. ഈ പകൽക്കാലം മരണത്തെ ജയിച്ച് നിങ്ങളുടെ മുഖങ്ങളെ പ്രകാശിപ്പിക്കണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. ഇന്ന് ലോകത്തിൽ അനേക മഹാത്മാരുടെ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ അഡ്രസ്സോടുകൂടെ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രം അവിടെ തുറന്നു കിടക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആ യേശുവിലേക്ക് നോക്കുമ്പോൾ മുഖം ലജ്ജിതമാകത്തില്ല, മുഖം പ്രകാശപൂരിതമാകും. മുഖം സന്തോഷ പരിപൂർണത കൈവരിക്കുവാൻ ഇടയാകും. നാം വചനത്തിൽ വായിക്കുമ്പോൾ യേശു എരീഹോവിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കുരുടനായ ഒരു മനുഷ്യൻ, ബർത്തിമായിയുടെ മകനായ തിമായി എന്ന വ്യക്തി ഇരുന്നിരുന്നു. യേശു കടന്നു പോകുന്ന വസ്തുത കേട്ടിട്ട് കാണുവാൻ സാധിക്കത്തില്ല, കേൾക്കുവാനേ സാധിക്കത്തുള്ളൂ. ആ വസ്തുത കേട്ടിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ. ചുറ്റുമുള്ളവർ അവനെ അടിച്ചമർത്തുവാൻ നോക്കി, അവനെ താഴ്ത്തിക്കെട്ടുവാൻ നോക്കി. അതൊന്നും കാര്യമാക്കാതെ, അതൊന്നും ഗണ്യമാക്കാതെ എത്രത്തോളം ഉച്ചത്തിൽ നിലവിളിച്ച് പറയുവാൻ സാധിക്കും അത്രത്തോളം ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ ആ വിളിപ്പുറത്ത് യേശു നിന്നു. ആ വ്യക്തിയെ, ആ കുരുടനായ വ്യക്തിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് അവൻ മറുപടി പറഞ്ഞു. ഉടനെ തന്നെ അവനെ യേശു സൗഖ്യമാക്കുവാൻ ഇടയായി. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, പാപത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട് ദൈവത്തെ ആത്മീയതയിൽ അറിയുവാൻ സാധിക്കാത്ത ഏവരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ആത്മീയ കണ്ണുകൾ, കുരുട്ട് കണ്ണുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ആ മനുഷ്യൻ കാഴ്ച പ്രാപിച്ച് ഭംഗിയായ ലോകത്തിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചു. അതുപോലെ ഇന്ന് ദൈവത്തിൽ വിശ്വസിച്ചാൽ ആത്മീയപരമായിട്ടുള്ള പല സൗന്ദര്യത്തിൻ്റെ കാഴ്ചപ്പാടും കാണുവാൻ കർത്താവായ ദൈവം സഹായിക്കുമാറാകട്ടെ.
കൃത്യമായി അവൻ പരാജിതനായിരുന്നു, കാഴ്ചയില്ലാത്തവനായിരുന്നു, ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാത്തവനായിരുന്നു. പക്ഷേ യേശുവിങ്കിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ജന്മനാൾ എന്തു കുറവായിരുന്നോ അത് യേശു നിറവാക്കുവാനിടയായി. ഈ പകൽക്കാലം ദൈവത്തെങ്കിലേക്ക് നോക്കാം. രക്ഷകനായ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ മുഖത്തെ, ഹൃദയത്തെ, ജീവിതത്തെ ഉയർത്താം. നല്ലവനായ കർത്താവ് തന്നെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഈ ദിവസത്തിനായി ഹല്ലേലൂയ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കിയല്ലോ. ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറ്റണമേ. അപ്പോൾ ഞങ്ങളുടെ വിഷയത്തിൽ കർത്താവെ, പരാജയപ്പെട്ട് കിടക്കുന്ന കർത്താവെ ചില വിഷയങ്ങൾ, അപ്പോൾ സ്തോത്രം, ഈ പകൽക്കാലം, ഈ കർത്താവെ പ്രഭാതത്തിൽ അവിടുത്തെ മുഖത്തെ ഞങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ, ഞങ്ങൾ ലജ്ജിച്ച് പോകാതെ വണ്ണം ചില കർത്താവെ ഹല്ലേലൂയ സ്തോത്രം വിജയങ്ങൾ കൈവരിച്ച് ഞങ്ങളുടെ ഹൃദയം സന്തോഷിപ്പാൻ, മുഖങ്ങൾ പ്രകാശിതമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.